നൃത്ത സംഗീത പരിശീലനത്തിനായി കായംകുളത്ത് നാട്യവേദ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഭരതനാട്യം ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങളും സംഗീതവും പരിശീലിക്കാനായി കായംകുളത്ത് നാട്യവേദ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന പേരിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കായംകുളം സെന്റർ പോയിന്റിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. മായ പനച്ചൂരാനാണ് സ്ഥാപനത്തിന് നേതൃത്വം വഹിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. സ്വന്തമായി അഭിപ്രായം പറയുന്ന തല ഉയർത്തി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ തല ഉയർത്തി സ്വന്തമായി അഭിപ്രായം പറയുന്നവർക്കൊക്കെ തന്നെ സമൂഹം വരുന്നൊരു പേരുണ്ട്, അഹങ്കാരി അല്ലെങ്കിൽ ധിക്കാരി എന്നൊക്കെ പറയും. അങ്ങനെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു നമ്മളുമൊക്കെ സ്വന്തം അഭിപ്രായം പറയാൻ ശ്രമിക്കുമ്പോൾ ഇവരെന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരുപാട് നന്മ നിറഞ്ഞ വാക്കുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആ വലിയ മനുഷ്യൻ്റെ കുടുംബമാണ് ഇന്ന് ഇവിടെ ഈ ഒരു സംരംഭം ചെയ്യുന്നത്. എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയി ഈ കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നൃത്തം. അതുകൊണ്ട് ഇന്നിപ്പം ഫാസ്റ്റായിട്ട് ഒരു നൃത്തരൂപം എല്ലായിടങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ സ്ത്രീകളുടെ തിരുവാതിര ഇപ്പം വീണ്ടും ഫാസ്റ്റ് തിരുവാതിര വന്നിട്ടുണ്ട് അല്ലേ, വേഗത്തിലുള്ള. എനിക്ക് തോന്നുന്നു എന്തൊരു ഡാൻസ് എല്ലാവരും ചെയ്യുന്നത് കാരണം നമുക്ക് സന്തോഷം തോന്നും. കാരണം ആ നിമിഷം അവരുടെ കംപ്ലീറ്റ് ഹോർമോണും വർക്കവും ചെയ്യും. സന്തോഷം, നമുക്ക് ഹാപ്പി ഹോർമോൺ നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മളെന്തിനാണ് ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നത്? സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കാൻ കഴിയുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അങ്ങനെ സന്തോഷം നൽകാനും ആരോഗ്യം കൊടുക്കാനും ഒപ്പം സ്വയം ചിറക് തളർന്നിരിക്കുന്നവർക്ക് പറന്നുയരാനും സെൽഫ് ലവ്, നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കണം. എനിക്ക് എന്നോട് വെറുപ്പാണ്, എനിക്ക് എല്ലാവരോടും വെറുപ്പായിരിക്കും. എനിക്ക് ആദ്യം എന്നോടാ സ്നേഹം വേണ്ടേ എന്ന് വെച്ചാൽ എന്നോട് സ്നേഹം എന്ന് വെച്ചാൽ സ്വാർത്ഥതയല്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയാൻ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി. അപ്പോൾ നമ്മൾ ഈ സിനിമയിലെ പാട്ടിലൂടെയാണ് അദ്ദേഹത്തെ ഞാൻ അറിയപ്പെടുന്നത്. പക്ഷെ ആളെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അവിടെ കാണുമ്പോൾ വെറും പിന്നെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ. ഒരു വലിയ കവിയാണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ പിന്നണി പ്രവർത്തിക്കുന്ന ആളല്ലേ പിന്നണിയിലേക്കുള്ള ഗാനങ്ങൾ കൊടുക്കുന്ന ആളെന്നോ ഒരു ഉണ്ടാവില്ലാതെ എല്ലാവരോടും വളരെ നല്ല സൗഹൃദത്തോടുകൂടി പെരുമാറുന്നവരും അദ്ദേഹമാണ്. ഇത്ര പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഒട്ടനവധി ഒരുപാട് സൃഷ്ടികൾ അദ്ദേഹം നമുക്ക് സമ്മാനിക്കേണ്ട ആളായിരുന്നു. പക്ഷെ വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. കവിയും സാംസ്കാരിക പ്രവർത്തകരുമായ വരവിള ശ്രീനി സ്വാഗതം പറഞ്ഞു. കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം R രാജേഷ്, അഡ്വക്കേറ്റ് JS അഖിൽ, പാലമുറ്റത്ത് വിജയകുമാർ, G വേണുഗോപാൽ, ഹരിത ബാബു, ഫൻസരി ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മായ പനച്ചൂരാൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.